ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നമ്മളുടെ വെഡ്ഡിങ് പർച്ചേസിങ്ങിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കാണാം. കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ കാട്ടാം. അവിടെ അങ്ങനെ ഈ നമ്മളെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ചുരിദാറുകൾ, പിന്നെ മെറ്റീരിയൽ, അങ്ങനെ കുട്ടികളുടെ ഡ്രസ്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസ്, ചെറിയൊരു കട കേട്ടോ. പക്ഷേ ഒരു ബൊട്ടിക്കൊക്കെ പോലത്തെ, പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെ. നല്ല എന്താ പറയുക, പുതിയ ട്രെൻഡായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ തൊട്ടടുത്താണ്, നമ്മളെ വീട്ടിൽ നിന്ന് അത്ര ദൂരമൊന്നുമില്ല. അപ്പോൾ തസ്ലിക്ക് യെല്ലോ കളർ വേണമെന്ന് പറഞ്ഞിട്ട് ആദ്യം അവൾ യെല്ലോ മിൽക്ക് തന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് യെല്ലോ എന്തായാലും എടുക്കണം. എനിക്കാണെങ്കിൽ വൈറ്റ് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന ഡിസ്പ്ലേയിൽ കാണുന്ന വൈറ്റ് റെഡിമെയ്ഡ് ആട്ടാ, സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അല്ല, റെഡിമെയ്ഡ് അല്ല, സ്റ്റിച്ച് ചെയ്യാത്തതാട്ടാ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേണ്ടോണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാത്തത് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമല്ല. അതിൻ്റെ സ്റ്റിച്ചഡ് ചെയ്തിട്ടുള്ള ചുരിദാർ ഉണ്ടായിരുന്നു, പക്ഷെ അത് സെയിലായി പോയി എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഒരു ചേച്ചി എടുത്ത് വെച്ചതാണ് കേട്ടോ, വൈറ്റിൻ്റെ. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ഒരു ചേച്ചി എടുത്തിട്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഞാനത് എടുത്തേനെ, കാരണം എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നല്ല നല്ല കുർത്തകളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല റീസണബിൾ റേറ്റ് ഉള്ളൂ കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ വിലക്കുള്ള പ്രൊഡക്റ്റ് ആട്ടോ. നമുക്കപ്പോൾ കല്യാണത്തിന് വേണ്ടതിൻ്റെ തന്നെ ചുരിദാർ കുറച്ച് അധികം ഹെവി ആയിട്ടുള്ളതല്ല, എന്നാലോ തീരെ ഹെവി അല്ലാത്തതല്ല, അങ്ങനത്തെ ഒരു മീഡിയം എടുക്കാനാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അങ്ങനെ കുറേ ഇങ്ങനെ നോക്കിയപ്പോൾ യെല്ലോ ഒരെണ്ണം ഡിസ്പ്ലേയിൽ കിടക്കുന്നത് ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ വേറെ ഒരെണ്ണുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി യെല്ലോ എടുക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ ആദ്യം അവൾ വെച്ച് നോക്കാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ആ വി ഷേപ്പ് കഴുത്ത് കയറി നിൽക്കുമോ, കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെ ഒരു സംശയമായിട്ടാണ്. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. പിന്നെ അഥവാ വേറെ കടയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ആ യെല്ലോ എടുക്കാന്നുള്ളൊരു ഇതിൽ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോണത് തൃപ്രയാർക്കാട്ടാ. അപ്പോൾ ആദ്യം കണ്ട കട കോതകുളത്തന്നെ നമ്മൾ സെൻറ്ററിലുള്ള കട തന്നെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ എന്തായാലും മമ്മു എന്ന് പറഞ്ഞാൽ ബ്രദറിന് പെട്രോൾ അടിക്കാൻ എന്തായാലും പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളങ്ങനെ തൃപ്രയാർക്ക് പോയിട്ട്, അപ്പോൾ അവിടെ തൃപ്രയാർ പോയി കഴിഞ്ഞാൽ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഷോപ്പുകളായാലും പിന്നെ ബ്യൂട്ടി, കൽപ്പക, അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ നമ്മൾ വന്നത് ബ്യൂട്ടിയിൽക്കാട്ടോ, തൃപ്രയാറുള്ള ബ്യൂട്ടിയിൽക്കാണ്. നമ്മൾ ഫസ്റ്റ് എപ്പോഴും തൃപ്രയാർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്യൂട്ടി ആട്ടോ. പിന്നെ അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ കൽപ്പക, അങ്ങനെയാണ് കയറാറ്. ബ്യൂട്ടിയിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേയിൽ തന്നെ അത്യാവശ്യം നല്ല സെലക്ഷനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ടിഷ്യൂ ഉണ്ട് ഇപ്പോഴത്തെ മോഡല്, മനസ്സിലായതാ ടിഷ്യൂ എന്ന്? ഇപ്പോഴത്തെ ട്രെൻഡ് ടിഷ്യൂ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ടിഷ്യൂലുള്ള ചുരിദാർ തുണികൾ, റെഡിമെയ്ഡ് ചുരിദാറാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമായിരുന്നു. നല്ല ഒലീവ് ഗ്രീനാണ്, നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കളറാണല്ലോ. അപ്പോൾ എന്നെക്കാളും കൂടുതൽ ഈ കളർ ഇഷ്ടമായത് അവൾക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓൾറെഡി വൈറ്റ് വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വൈറ്റ് എടുക്കണം എന്ന് കുറേ ആയി വിചാരിക്കുന്നു. അവൾക്കാണെങ്കിൽ യെല്ലോ എടുക്കണമെന്നായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിച്ചത് നമുക്ക് കിട്ടണമെന്നില്ലല്ലോ അല്ലേ. പിന്നെ അതിനായിട്ട് നമ്മൾ കുറേ നടക്കണം. കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ പിന്നെ അവൾക്ക് ചെറിയൊരു മോളുണ്ട്, അത് മോളെ വീട്ടിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇഷ്ടപ്രകാരം വൈറ്റ് എനിക്ക് കിട്ടിയിട്ടാണ്, വൈറ്റ് കോംബോ ആയിട്ട്, പക്ഷേ യെല്ലോ കോംബോ ആയിട്ട് ഷാളായിട്ട് കേട്ടോ. അതായത് ഒരു ഓഫ് വൈറ്റ് ക്രീം എന്നൊക്കെ പറയാം, ഒരു ഡ്രസ്സാണ് കിട്ടിയത്. അതിൻ്റെ ഷാള് വരുന്നത് യെല്ലോ ആണ് കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ അവളുടെ പോലത്തെ സെയിം ഇടാൻ വേണ്ടിയിട്ട്, അവളുടെ പോലത്തെ നോക്കാൻ വേണ്ടി പിന്നെ ഞാനത് എടുത്തില്ല കേട്ടോ, അത് മാറ്റി വെച്ചു. പിന്നെ കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ. ബ്യൂട്ടിലിപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നു കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പുതിയ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതുണ്ട് അവർ. വെഡ്ഡിങ് കേന്ദ്രം പറഞ്ഞിട്ട്, അതായത് വെഡ്ഡിങ്ങിന് മാത്രമായിട്ട് സെപ്പറേറ്റ് സെക്ഷനൊക്കെ അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഡ്രസ്സ് ഇട്ടേക്കണ വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഗ്രീൻ ഞാൻ പറഞ്ഞില്ല, ഈ ഗ്രീൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, അപ്പോൾ അത് ഇട്ടോക്കിയതാണ്. അപ്പോൾ ഈ ഓഫ് വൈറ്റിൻ്റെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ യെല്ലോയും വൈറ്റും ഓഫ് വൈറ്റ് ആയിട്ടുള്ളത്, ഇതിൻ്റെ തന്നെ സെയിം പീച്ച് ഷാള് വന്നിട്ട് ടോപ്പ് സെയിം തന്നെ, പക്ഷേ ഷാള് പീച്ചായിട്ട്. അപ്പോൾ അത് രണ്ടും ഞങ്ങൾ കളർ ചേഞ്ച് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്, അപ്പോൾ അവൾക്ക് അതിൽ യെല്ലോ മതി എന്ന്, കാരണം അവൾ യെല്ലോ ഉദ്ദേശം വെച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വൈറ്റ് ആയാൽ മതി എന്നായിരുന്നു, യെല്ലോയോ പീച്ച് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അവൾ യെല്ലോ എടുത്തിട്ട് ഞാൻ പീച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അവൾക്ക് ഇത് ഇട്ട് നോക്കിയപ്പോൾ വേണ്ട, അത് ഭയങ്കര ഡബിൾ എക്സലാണ്, ഷേപ്പ് ചെയ്താലും ഒരു ലുക്ക് ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് അവളത് അവിടെ തന്നെ വെച്ചിട്ടു.
അപ്പോൾ ഗ്രീനിൻ്റെ ഏകദേശം വരുന്ന ഒരു ഡ്രസ്സാണ്, ഗ്രീനിൻ്റെ ലുക്ക് വരുന്നത് തന്നെ ഈ ഒരു കളർ, ഉള്ളിക്കളർ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ ഒരു കളറ് ഞാൻ എടുത്തു കിട്ടാ. പക്ഷേ എൻ്റെ മനസ്സിൽ മൊത്തം ഇത് എടുക്കണമെന്നായിരുന്നു കേട്ടോ. പക്ഷേ കണ്ട അതിൻ്റെ പീച്ച് കളർ ഷാളിൻ്റെത് അടിയിലിരിക്കുന്നുണ്ടില്ലേ. അപ്പോൾ രണ്ടാൾക്ക് രണ്ട് രീതിയിലാവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഒനിയൻ കളറാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നമ്മൾ രണ്ടാളും ഗ്രീനും ഉള്ളിക്കളറും ആ ഡ്രസ്സ് എടുത്തു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് നോക്കണം, അതിനായിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ പൊതുവേ ഇങ്ങനത്തെ മോഡൽ ഡ്രസ്സൊന്നും എടുക്കാറില്ല കേട്ടോ. അപ്പോൾ കല്യാണമല്ലേ, കുറച്ച് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഷറാറ മോഡൽ ഡ്രസ്സ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തത്. എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നാലും അങ്ങനത്തെ മോഡലൊന്നും അവരുടെ കയ്യിലില്ല. അപ്പോൾ ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഷറാറയുടെ യെല്ലോ കളറായിട്ട് എടുത്തത്. കളറ് കാണിച്ചത് യെല്ലോ അല്ല വീഡിയോയിൽ കാണുന്നത്, പക്ഷെ ഞങ്ങൾ എടുത്തത് യെല്ലോ ആയിരുന്നു. അപ്പോൾ അതിലേക്ക് പിന്നെ ഷൂലിടാനായിട്ട് ഷോക്സ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഷോക്സ്, പിന്നെ നമുക്ക് മൈലാഞ്ചി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ അങ്ങനത്തെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.